വിസ തട്ടിപ്പു കേസിൽ നിർമ്മാതാവ് ജോബി ജോർജിന് തടവും പിഴയും ശിക്ഷ. 2 കേസുകളിലായി 4 വർഷം തടവും 66.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. UK വിസ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 2011 നടന്ന കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സിബി ജോസഫ് കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട്. സിബി, എന്നാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം? ഇതിൽ എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? 2011 ഈ കേസിന് ആസ്പദമായ സംഭവം. ഇതിൽ 2 കേസുകളിലാണ് ഇപ്പോൾ നിർമ്മാതാവായ ജോബി ജോർജിന് 4 വർഷം തടവും കൂടാതെ 66.5 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. UK വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ആ തട്ടിപ്പ്. മൂവാറ്റുപുഴ സ്വദേശിയായ രാജേഷ് മാത്യു, മുളന്തുരുത്തി സ്വദേശികളായ ദമ്പതികൾ എന്നിവയുടെ 2 പരാതികൾ വ്യത്യസ്തമായി രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഈ ജോബി ജോർജിനെ ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2011 2 തവണകളായി 50 ലക്ഷം രൂപയാണ് രാജേഷ് മാത്യുവിൽ നിന്നും ജോബി കൈപ്പറ്റിയത്. ഈ വാഗ്ദാനം പാലിക്കാതിരുന്നതോടെ 2012 ആ പണം തിരികെ ചോദിച്ചെങ്കിലും 25 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. പക്ഷേ ഈ ചെക്ക് പിന്നീട് മടങ്ങുകയും ചെയ്തു. തുടർന്നാണ് മൂവാറ്റുപുഴ സ്വദേശിയായ രാജേഷ് മാത്യു പരാതി നൽകുകയും ഈ കേസിൽ 50 ലക്ഷം രൂപ ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മറ്റൊരു കേസ് UK ബിസിനസ് പങ്കാളിത്തവും സ്റ്റുഡൻസ് വിസയും വാഗ്ദാനം ചെയ്തായിരുന്നു. മുളന്തുരുത്തി സ്വദേശികളായ ബിജു വർഗീസ്, ഭാര്യ ഡാർലി ബിജു എന്നിവരിൽ നിന്നും ജോബി ലക്ഷങ്ങൾ തട്ടിയത്. പിന്നീട് ലണ്ടനിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് ദമ്പതികൾ മനസ്സിലാക്കിയത്. പിന്നീടും ഈ കേസിലും പരാതി ഉയരുകയായിരുന്നു. 16.52 ലക്ഷം രൂപയാണ് ഇവർക്ക് നൽകാൻ വേണ്ടി കോടതി ഉത്തരവായിരിക്കുന്നത്. ഇത് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കേസിന്റെ വിചാരണ നടപടികൾ. എന്നാൽ പിന്നീട് കേസ് ED അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഈ വിചാരണ PMLA കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ശിക്ഷാവിധി നടപ്പാക്കുന്നത് 1 മാസത്തെ സ്റ്റേ വിചാരണ കോടതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ജോബി ജോർജിന്റെ ഭാര്യയ്ക്ക് എതിരെ തെളിവില്ല എന്ന അടിസ്ഥാനത്തിൽ 2ാം പ്രതിയായ ഭാര്യയെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷേ ജോബി ജോർജിനെതിരെ 4 വർഷം തടവ് ശിക്ഷയും 66.5 ലക്ഷം രൂപ പിഴയും ഇപ്പോൾ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുകയാണ്.